അച്ഛമ്മ ആ ഫാദറും പ്രാർത്ഥനക്കാരും വന്നിരിക്കുന്നു. വേണ്ടമ്മേ, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. മധ്യസ്ഥരില്ലാതെ നേരിട്ട് പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹല്ലേലൂയ. ഡിസ്ചാർജായ വിവരം ഇപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു. സിസ്റ്റേഴ്സ്, വേഗം കയറി വരൂ സഹോദരിമാരെ. അനുമോൾക്കായി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഞങ്ങൾ സ്തുതിച്ചിടുന്നു, ഞാൻ എന്റെ യേശുവിനെ സ്തുതിച്ചിടുന്നു, പുകഴ്ത്തിടുന്നു, ഞങ്ങൾ പുകഴ്ത്തിടുന്നു, ഞാൻ എന്റെ യേശുവിനെ സ്തുതിച്ചിടുന്നു, സ്തുതിച്ചിടുന്നു, ഞങ്ങൾ സ്തുതിച്ചിടുന്നു. ഇപ്പൊ വേണ്ട, ഇപ്പൊ ഇവിടെ പ്രാർത്ഥനയ്ക്ക് പറ്റിയ മൂഡിലല്ല. വായ്, മൂന്നാം വട്ടവും ഗർഭം അലസിയത് കൊണ്ടാണോ പിന്മാറിയത്? മോളെ, ദൈവം നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കൊല്ലന്റെ ആലയിലെ ഉരുകുന്ന ഇരുമ്പ് കമ്പിയാണ്. ഉരുകി പടുത്ത ഇരുമ്പ് കമ്പിയെ കൊല്ലൻ ഇരുമ്പ് കൂടം കൊണ്ട് അടിച്ചു പരത്തും, ചവണ കൊണ്ട് പിടിച്ചു വളയ്ക്കും, വെള്ളത്തിലിട്ട് തണുപ്പിക്കും, പിന്നെ ഉലയിൽ ഉരുക്കി അടിച്ചു പരത്തിയാണ് നാം കാണുന്ന ഇരുമ്പ് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെയാണ് ദൈവം നമ്മളെ മക്കളെ പറഞ്ഞ ഇവക്ക് മനസ്സിലാകത്തില്ല. പിന്നെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കാച്ചു. മോള് പ്രാർത്ഥിക്കണ്ട, ഞങ്ങള് പ്രാർത്ഥിക്കാം. ഒരു ഹിന്ദു വീട്ടിലോട്ട് ചോദ്യം പറച്ചിലൊന്നും ഇല്ലാതെ പറ്റത്തോടെ ഓടിപ്പടച്ചുകൊണ്ട് വന്ന് കാണിക്കണം വേല കണ്ടില്ലേ? ഇതെന്തൊരു മര്യാദ ഇത്? നമ്മളൊന്നും കണ്ടിട്ടില്ല. ആരത്? ഞാൻ ആരാവട്ടെ, ഇവരുടെ സമ്മതത്തോടെ ആയിരുന്നെങ്കിൽ ഞാൻ കമാന്നൊരക്ഷരം മിണ്ടാതെ നിങ്ങളുടെ പ്രാർത്ഥനയും പാട്ടും കേട്ട് മിണ്ടാതെ ഇവിടെ നിന്നനെ. ഇവര് വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ എവിടെ പാട്ട് പാടാൻ സമ്മതിക്കൂല. ഗർഭാലസിയിരിക്കുന്ന വീട്ടിൽ ഒന്നാണ് ഗാനമേള. പ്രസിഡന്റ് ഏട്ടനാ. കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? അല്ല, നമ്മളൊക്കെ RSS. മാറങ്ങട്.